ഡേ 2 ലേക്ക് പ്ലാസിഡ്. ഒറിജിൻ കോഫിയിലെ ബ്രേക്ക്ഫാസ്റ്റുമായി ഞങ്ങൾ യാത്ര തുടങ്ങി. കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇതാ നമ്മൾ കാറിൽ മല കയറുന്നു. വൈറ്റ് ഫേസ് മൗണ്ടൻ മല. ഇവിടെ കയറി ചെല്ലാൻ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഞങ്ങൾക്ക് 4 പേർക്കൂടെ ഏകദേശം $55. 6 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് അത് ഫ്രീ ആണ്. ഒത്തിരി വ്യൂ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. അവിടെ ഒക്കെ നമുക്ക് വണ്ടി നിർത്തി ബ്യൂട്ടിഫുൾ സീനറീസ് കാണാൻ സാധിക്കും. ഈ നമ്മൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് മലയുടെ അകത്തൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ലിഫ്റ്റിലേക്കുള്ളൊരു വഴിയാണ്. നമുക്ക് 2 വഴിയിലൂടെ പോകാം. ഒന്നുകിൽ മല കയറിപ്പോകാം, അല്ലെങ്കിൽ നമുക്ക് ഈ എലിവേറ്ററിലൂടെ മുകളിലേക്ക് എത്താം. മലയുടെ മുകളിലെത്തുമ്പോൾ കാണുന്ന ഈ ലേക്കാണ് ലേക്ക് പ്ലാസിഡ്. നമ്മൾ ഈ നിൽക്കുന്നത് ന്യൂയോർക്കിലാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് കുറച്ച് ദൂരോട്ട് നോക്കുമ്പോൾ നമുക്ക് കാനഡ കാണാൻ സാധിക്കും. മോൺട്രിയാലിൻ്റെ ഒരു ഭാഗമാണ് ബോർഡറായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി ഇതിൽ മോൺട്രിയാൽ എവിടെയെന്ന് എന്നോട് ചോദിക്കരുത് കേട്ടോ, നിങ്ങൾ തന്നെ പോയി കണ്ടുപിടിക്കണേ. എലിവേറ്റർ എടുത്തില്ലെങ്കിൽ ഇവിടുന്ന് ഈ കാണുന്ന താഴോട്ടുള്ള വഴിയില്ലേ, ഇതുവഴിയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്നത്. ഒത്തിരി സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ, അല്ലേ നമ്മൾ തെന്നി അടിച്ചങ്ങ് പോകും. പിള്ളേരെയും കൊണ്ട് പോവുകയാണെങ്കിൽ എലിവേറ്റർ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഞങ്ങൾ മനോഹരമായ വൈറ്റ് ഫേസ് മൗണ്ടൻ യാത്ര കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തി. ഹോട്ടലിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഹോട്ടലിൻ്റെ തന്നെ ലേക്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ബോട്ടിങ് ചെയ്യാൻ പറ്റുമെന്ന്. കയാക്ക് കൊണ്ട് നമുക്ക് പെഡലിങ് ചെയ്ത് പോകാം. പക്ഷേ പെഡൽ ചെയ്ത് ഞാൻ മടുത്തു ഗൈസ്. ബോട്ടിങ് ചെയ്ത് ക്ഷീണിച്ച കാരണം ഒരു ഡെസേർട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി എമാസ് ഐസ്ക്രീം പാർലറിൽ. അവിടുത്തെ തിരക്ക് കണ്ടോ, ഒരു നിമിഷം അവിടെ ആൾക്കാരില്ലാതിരുന്നിട്ടില്ല. എപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു. ഐസ്ക്രീമും ബോബ ടീയും മേടിച്ച് ഞങ്ങൾ ഹോട്ടലിൻ്റെ ഫയർ പ്ലേസിൽ തിരിച്ചെത്തി. താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഇനിയും കാണാം. അപ്പോൾ ഡേ 2 വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഗൈസ്. ദൈവത്തിൻ്റെ സൃഷ്ടി എന്ത് മനോഹരമല്ലേ. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും പിള്ളേർ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. അവർക്ക് ഇവന്തോ നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പോലും അവർ സത്യം പറഞ്ഞാൽ വളരെയധികം എൻജോയ് ചെയ്തു. ഈ മൗണ്ടിൻ്റെ മണ്ടയ്ക്കെത്തി ഓരോ സ്ഥലത്തെയും വ്യൂ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. ഈ കുട്ടിയെ കണ്ടോ, കുഞ്ഞു മനസ്സാണേ. മലയുടെ എവിടെയാണ് കയറിയിരിക്കുന്നതെന്ന് അറിയാവോ? ഒന്ന് കാല് തെന്നിക്കഴിഞ്ഞാൽ കണ്ടോ താഴോട്ടങ്ങ് പോകും. അമ്മയുടെ സാഹസികം കണ്ട് അവനും നിൽക്കണം കല്ലിൻ്റെ മണ്ടയ്ക്ക്. അപ്പോൾ നിങ്ങളും ഉറപ്പായി ഈ വൈറ്റ് ഫേസ് മൗണ്ടൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. യു വിൽ ലവ് ഇറ്റ്. അപ്പോൾ ഡേ 3 ലേക്ക് പ്ലാസിഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്.